ഹായ് ഗൈസ്. സോ ഇപ്പോൾ നമ്മൾ സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റിൽ നാവിഗേഷൻസ് ഒക്കെ കറൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഡയഗ്രാം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ കമ്പോണൻറ്റ് ആഡ് ലിറിക് സംഭവം ആണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റിൽ. ഓക്കെ, സോ ഇതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരു ലേബലുണ്ട്, പിന്നൊരു ടെക്സ്റ്റ് ഇൻപുട്ടുണ്ട്. ആ ടെക്സ്റ്റ് ഇൻപുട്ടിൽ നമ്മൾ യൂസറിന് ലിറിക്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു മ്യൂട്ടേഷൻ കോൾ ചെയ്ത് ആ ലിറിക്കിനെ പെർട്ടിക്കുലർ സോങ് ആയിട്ട് കണക്ട് ചെയ്ത് സേവ് ചെയ്യണം. സോ അതാണ് പ്ലാൻ. ഇതെല്ലാം കൂടി ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നില്ല. സോ പകരം നമ്മൾ ഇതിൽ ഈ കമ്പോണൻ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത് മാത്രം ഇന്നത്തെ വീഡിയോയിൽ. സോ ഇതിലൂടെ യൂസർ നമ്മൾ പറഞ്ഞു ടൈപ്പ് ചെയ്തിട്ട് പെർട്ടിക്കുലർ സോങ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ലിറിക് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ നമ്മുടെ ആപ്ലിക്കേഷനിലെ കമ്പോണൻസിനുള്ള ന്യൂ ഫയൽ ലിറിക് ക്രിയേറ്റ് .js എന്ന് പറഞ്ഞ ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇത് ഒരു ഫോമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത് നമുക്ക് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇമ്പോർട്ട് റിയാക്ട്, ഇത് ഞാൻ ക്ലാസ് ബേസ്ഡ് കമ്പോണൻ്റാണ് യൂസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നു ഫ്രം റിയാക്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ക്ലാസ് ലിറിക് ക്രിയേറ്റ് എക്സ്റ്റെൻസ് കമ്പോണൻറ്റ് എന്നിട്ട് ഞാൻ റെൻഡർ ഫങ്ഷൻ എഴുതുന്നു. എന്നിട്ട് റെൻഡറിൻ്റെ ഉള്ളിൽ റിട്ടേൺ. ഓക്കെ, സോ നമ്മൾ ലിറിക് ക്രിയേറ്റ് .js എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഫോം ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഫോം ഇൻപുട്ട് ഒരു കമ്പോണൻറ്റ് ലെവൽ സ്റ്റേറ്റ് വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല തൽക്കാലമായിട്ട്. പക്ഷേ ടെക്സ്റ്റ് ഇൻപുട്ട് ഒരു എന്താ പറയുക കൺട്രോൾഡ് ഫോം ഇൻപുട്ട് ആയിരിക്കണം എങ്കിൽ കൂടി നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല കറൻ്റ്ലി. ഓക്കെ, ഇനി ബോയിലർ പ്ലേറ്റ് നമ്മളിവിടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുള്ള് ചെയ്തിട്ടില്ല. അതിന് ഇപ്പോൾ റിട്ടേണിൻ്റെ ഉള്ളിൽ ഞാൻ തൽക്കാലം ഫോമും കൂടിയും കൊടുക്കുകയാണ്. ഫോമിൻ്റെ ഉള്ളിൽ ലേബൽ ആഡ് ലിറിക് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ലേബലിൻ്റെ ശേഷം ഞാനൊരു ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടില്ല. സോ ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ഡീഫോൾട്ട് ലിറിക് ക്രിയേറ്റ് എക്സ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഓൺ ചേഞ്ചും ഇപ്പോൾ ഈ ഇൻപുട്ടിൽ ആഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ലേറ്റർ ഓൺ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഈ പെർട്ടിക്കുലർ ലിറിക് ക്രിയേറ്റിനെ നമ്മൾ സോങ് ഡീറ്റെയിലേക്ക് വെച്ചിട്ട് കണക്ട് ചെയ്യണം. ഇപ്പം ഞാനിവിടെ സോങ് ഡീറ്റെയിലിൽ പോയിട്ട് H3 താഴെ ഓക്കെ അത് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ യൂസറിന് ഒരു പെർട്ടിക്കുലർ സോങ് കാണുമ്പോഴാണല്ലോ ഫോം കാണിക്കേണ്ടത്. സോ അതിനുകൊണ്ട് ഞാൻ സോങ് ഡീറ്റെയിൽ കമ്പോണൻ്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ലിറിക് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ ഓട്ടോ ഇമ്പോർട്ട് ചെയ്യുന്നത് ബേസിക്കലി ലിറിക് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലിറിക് ക്രിയേറ്റ് ഫോം ബേസിക്കലി സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റിലാണ് നമ്മൾ കാണിക്കുന്നത്. സോ ലിറിക് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. സോ ടൈപ്പൊക്കെ ഇഷ്യൂസ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് സ്പെല്ലിംഗ് കറക്റ്റാണെന്ന് നിങ്ങളൊന്നും കൂടി വെരിഫൈ ചെയ്യണം. ഇനി നമുക്ക് ബ്രൗസറിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ബ്രൗസറിൽ പോയിട്ട് ഒന്ന് റീലോഡ് ചെയ്യാം. സോ നമുക്കൊരു വന്നിട്ടുണ്ട്, ആഡ് ലിറിക്കും വന്നിട്ടുണ്ട്, ഒരു ഫോമും വന്നിട്ടുണ്ട്, എന്താ പറയുക ഇൻപുട്ട് ഫീൽഡും വന്നിട്ടുണ്ട് നമുക്ക്. സോ ഫോം ഇവിടെ ഇൻ കേസ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ കൺസോൾ ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ടെർമിനലിലൊന്ന് പോയിട്ട് ഇവിടെ ചെക്ക് ചെയ്യാം ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ഓക്കെ, സോ ഇപ്പം നമുക്ക് കറൻ്റ്ലി ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്യൂ വരികയാണെങ്കിൽ വന്നെങ്കിൽ നിങ്ങൾ ടെർമിനലിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൺസോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി കാണാൻ പറ്റും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പം നമ്മൾ ലിറിക് ക്രിയേറ്റ് ഫോം സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
കറൻ്റ്ലി. പക്ഷേ ഇപ്പോൾ ഇതൊരു ഇൻപുട്ട് മാത്രമാണ്. ഓക്കെ, ഫോം സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ലിറിക്സ് ആ പെർട്ടിക്കുലർ സോങ്ങിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ മ്യൂട്ടേഷനൊക്കെ എഴുതണം. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. നമുക്ക് മ്യൂട്ടേഷൻ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ബൈ.